ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രുതി ടീച്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലേ ഏതാണ് വിഷയമെന്ന്. അതെ, മലയാളാണ്. അപ്പൊ ശ്രുതി ടീച്ചറാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പൊ എന്റെ മക്കളോട് ഇന്ന് ടീച്ചർ ഒരു കഥ പറയാൻ വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കഥ കേൾക്കാൻ അല്ലെ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലെ കഥയാവുമ്പോ അത് കൂടുതൽ ഇഷ്ടാണല്ലോ അല്ലേ? അപ്പൊ ടീച്ചർ ഇന്ന് കഥ പറഞ്ഞു തരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റില് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊരു ലിങ്ക് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ജോയിൻ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് കാണാം കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ടീച്ചറെ കഥ പറയാണ്. അപ്പൊ കഥ പറയുമ്പോൾ ഏത് കഥയാണ് എന്നുള്ള ആകാംക്ഷയിലാണോ നിങ്ങൾ? നോക്കിയേ, ഇതെന്താണ് പാറി പറക്കുന്നത്? പട്ടമാണല്ലേ. പട്ടത്തെ പറ്റിയുള്ള ഒരു കഥയാണ്. ഒരു പട്ടം പറ്റിച്ച പണിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ പാഠഭാഗത്തിലെ കളിയും കാര്യവും എന്ന് പറയുന്ന 6ാമത്തെ യൂണിറ്റിലുള്ള 2 പാഠങ്ങളുണ്ട്. 2 കുഞ്ഞു പാഠങ്ങളുണ്ട്. അതിലെ പട്ടമാണ് ടീച്ചർ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. കഥയിലോട്ട് പെട്ടെന്ന് പോയാലോ? നല്ല വണ്ണവും നല്ല പൊക്കവുമുള്ള ഒരു കുട്ടി പട്ടം പറപ്പിക്കുകയാണ്. പെട്ടെന്ന് പട്ടം ഒരു മരത്തിന്റെ അറ്റത്തെ കൊമ്പിൽ തങ്ങി. പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പട്ടം ദാ മരത്തിന്റെ ഇവിടെ തങ്ങി പോയി. ഒരു കരടിക്കുട്ടി ആ മരത്തിന്മേൽ ഇരിക്കുന്നുണ്ട്. ആരാ ഉള്ളത് മരത്തിന്മേല്? ദാ കരടിക്കുട്ടി ആ മരത്തിന്റെ മുകളില് ഇരിക്കുന്നുണ്ട്. മനുഷ്യക്കുട്ടി ആ കരടിയോട് പറഞ്ഞു, കരടിയാണല്ലേ മരത്തിന്മേൽ ഉള്ളത്, അപ്പൊ അതിന്റെ മുകളില് തന്റെ പട്ടമുണ്ട്. അപ്പൊ കരടിക്കുട്ടിയോട് മനുഷ്യക്കുട്ടി പറയാണ്, ആ പട്ടമൊന്ന് താഴെ ഇട്ട് തരൂ. ആ പട്ടമൊന്ന് താഴെ ഇട്ട് തരൂ. കരടിക്കുട്ടിക്കുണ്ടോ മനുഷ്യന്മാരുടെ ഭാഷ അറിയുന്നു. അതിനാൽ അവൻ കുട്ടിയുടെ നേരെ മിഴിച്ചു നോക്കിക്കൊണ്ട് ഇളിച്ചു കാട്ടി. എന്തായി മനുഷ്യക്കുട്ടി പറയുന്നത് എന്നുള്ള ചിന്തയില് അല്ലേ? നീ എടുത്തു തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറി വന്നെടുക്കാം. ആര് പറഞ്ഞു? മനുഷ്യക്കുട്ടി പറഞ്ഞു. നീ എടുത്തു തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് കയറി വന്നിട്ട് എടുത്തോളാന്ന്. കുട്ടി വിളിച്ചു പറഞ്ഞുകൊണ്ട് മരത്തിലേക്ക് കയറാൻ തുടങ്ങിയതാ. കുട്ടി മരത്തിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. കുട്ടി മരത്തിലേക്ക് കയറുന്നുണ്ട്. ഒരു മനുഷ്യക്കുട്ടി താനിരിക്കുന്ന മരത്തിലേക്ക് കയറി വരുന്നത് ആർക്ക്? കരടിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആഹാ, ഞാൻ ഇരിക്കുന്ന മരത്തിന്മേലേക്കാണോ ഈ മനുഷ്യക്കുട്ടി കയറി വരുന്നത് എന്നുള്ള ചിന്തയായി ആർക്ക്? കരടിക്കുട്ടിക്ക്. അതിനാൽ അവൻ കുട്ടിയെ പേടിപ്പിച്ച് താഴെ ഇറക്കാൻ എന്നൊക്കെ മുരണ്ടുകൊണ്ടിരുന്നു. പേടിപ്പിച്ചിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടില്ലേ. എന്നിട്ടും കുട്ടിക്കുണ്ടോ പേടി? കുട്ടി മരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കേറി വരികയാണ്. അപ്പൊ കരടിക്കുട്ടി ഉച്ചത്തിൽ മുരളുകയും കൂടുതൽ വേഗം മേലോട്ട് കയറുകയും ചെയ്തു. എന്താ? വേഗം 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 മുകളിലോട്ട് ഇങ്ങനെ കയറുകയും കൂടുതൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഇങ്ങനെ മുരളുകയും മൂളുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കയറി 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 കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും മരത്തിന്റെ ഒത്ത മുകളിലെത്തി. അപ്പൊ കരടിക്കുട്ടി കയറുന്നതിനനുസരിച്ച് മനുഷ്യക്കുട്ടിയും കയറി. തന്റെ പട്ടം മുകളിലല്ലേ ഉള്ളത്, അപ്പൊ മനുഷ്യക്കുട്ടി കയറൂലേ. അപ്പൊ പട്ടം എടുക്കാൻ വേണ്ടി മനുഷ്യക്കുട്ടി കയറി വരുന്ന കണ്ടിട്ട് കരടിക്കുട്ടിയും മുകളിലേക്ക് കയറി. മരത്തിന്റെ ഒത്ത മുകളിലെത്തി. ഏറ്റവും മുകളിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? താഴെ വീഴലും ഒന്നിച്ചു കഴിഞ്ഞു. മരത്തിന്റെ മുകളിലെത്തലും താഴെ വീഴലും ഒന്നിച്ചു കഴിഞ്ഞു. ചടപട പട്ടോ. കരടിക്കുട്ടി കാല് തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടി പിടിവിട്ട് വീണതും അല്ല. കരടി കാല് തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടിയോട് പിടിവിട്ടിട്ട് വീണതും അല്ല. അവരിരുവരും തടി താങ്ങാനാവാതെ മരക്കൊമ്പൊടിഞ്ഞു വീണതാണ്. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പാഞ്ഞു. വീണ ഉടനെ തന്നെ എന്താ? ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി ഒരൊറ്റ ഓട്ടം കൊടുത്തു. എങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ടാവുക? കരടിക്കുട്ടിയുടെ വീട്ടിലേക്കില്ലേ. പട്ടമെടുത്ത് ആകാവുന്നത്ര വേഗം മനുഷ്യക്കുട്ടിയും വീട്ടിലേക്ക് ഓടി. മനുഷ്യക്കുട്ടിയോ തന്റെ പട്ടം എന്തായാലും കിട്ടി. നിലത്ത് വീണില്ലേ? അത് മരം നിലത്ത് വീണിട്ടുണ്ടാവില്ലേ? അപ്പൊ ആ കൊമ്പ് നിലത്ത് വീണപ്പോ പട്ടം എടുത്ത് ആര് പോയി? മനുഷ്യക്കുട്ടി വീട്ടിലേക്ക് ഓടി. കരടിയും വീട്ടിലേക്ക് പോയി.
സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി പറയൂലേ. അപ്പൊ സംഭവിച്ചതെല്ലാം കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും അവരുടെ അമ്മമാരോട് പറഞ്ഞേ. സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളക്കരടി പറഞ്ഞു, കൊച്ചു രസിക, നീ ഒരു നല്ല കഥ കെട്ടിയുണ്ടാക്കിയല്ലേ? നീ ഒരു നല്ല കഥ കെട്ടിയുണ്ടാക്കിയല്ലേ അല്ലേ? അല്ലോ എന്ന് ചോദിക്കൂ. നീ നല്ലൊരു കഥ ഉണ്ടാക്കിയല്ലോ. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ കരടിക്കുട്ടീന്റെ അമ്മ പറയൂ. മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞതോ, പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തെറ്റ്. പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തന്നെ തെറ്റ്. കരടിയുള്ള മരത്തിന്മേൽ കയറിയത് വലിയ തെറ്റ്. എന്നാലോ കരടിയുള്ള മരത്തിന്മേൽ അത് കണ്ടാൽ അൽമ കേറാതിരിക്കണ്ടേ? കരടിയില്ലേ? കയറിയത് തന്നെ തെറ്റ്, പോയത് തന്നെ തെറ്റ്. അപ്പൊ കരടിയുള്ള മരത്തിന്മേൽ കയറിയതോ വലിയ തെറ്റ്. വീണിട്ട് കാലൊടിയാഞ്ഞത് ഭാഗ്യം, കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം എന്ന് ആര് പറഞ്ഞ്? അമ്മ. നമ്മുടെ അമ്മമാരൊക്കെ പറയും പോലെ മനുഷ്യക്കുട്ടിയുടെ അമ്മയും അങ്ങനെ പറഞ്ഞു കേട്ടോ. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വളരെ നല്ലൊരു കഥയാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? അപ്പൊ ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു നല്ല കഥയും കാര്യമൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.